ഒരിക്കൽ ഒരു അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കവേ ബോർഡിൽ ചോക്ക് കൊണ്ട് ഇങ്ങനെ എഴുതി ചന്ത. എന്താണ് എഴുതിയത്? ചന്ത. എന്നിട്ട് തൻ്റെ കുട്ടികളോടായി പറഞ്ഞു, ഞാൻ ഇവിടെ എഴുതിയ ഈ വാക്കിനോട്, എന്താണ് വാക്ക്? ചന്ത, ചില ചിഹ്നങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥമാകെ മാറും. ഉദാഹരണത്തിന്, ഈ വാക്കിലെ ഒരക്ഷരത്തിനോട് ഒരു അനുസ്വാരം ചേർത്താൽ അത് ചന്തം എന്ന് വായിക്കാം. ഞാൻ എന്താ എഴുതിയത്? ആദ്യം ചന്ത എന്ന്, അനുസ്വാരം ചേർത്തപ്പോഴോ ചന്തം എന്ന് വായിക്കാൻ പറ്റുന്നു. ഒരു നിമിഷ നേരത്തെ മൗനത്തിന് ശേഷം അവർ തുടർന്നു, എന്നാൽ ഈ വാക്കിലെ ഒരക്ഷരത്തിൻ്റെ കൂടെ ഒരു വള്ളി ചേർത്താൽ നമ്മൾ എങ്ങനെ വായിക്കും? എന്നാൽ ഈ വാക്കിലെ ഒരക്ഷരത്തിൻ്റെ കൂടെ ഒരു വള്ളി ചേർത്താൽ നമ്മൾ എങ്ങനെ വായിക്കും? ക്ലാസ്സിലാകെ ഒരു ആരവമുയർന്നു. വികൃതി പിള്ളേരിയ്ക്കുന്ന പിൻബെഞ്ചിൽ നിന്ന് അടക്കിപ്പിടിച്ച ചിരികൾ. എന്താ ഈ ടീച്ചർ പറയണത്? വള്ളി ചേർത്താലോ? അയ്യേ! പെൺകുട്ടികൾ ബോർഡിലേക്ക് നോക്കാതെ താഴോട്ട് മുഖം കുനിച്ചിരുന്നു. മുന്നിലിരിക്കുന്ന പഠിപ്പിസ്റ്റുകൾ ടീച്ചറിനെ നോക്കി. ഈ ടീച്ചറിന് ഇതെന്താ പറ്റിയേ? അയ്യേ! ഒരൽപ്പം നീരസത്തോടെ നെറ്റി ചുളിച്ചു. സൈലന്റ്, നിങ്ങളിനി ഒന്നും പറയണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. ടീച്ചർ ചോക്ക് കയ്യിലെടുത്ത് ബോർഡിനടുത്തേക്ക് നീങ്ങി. കുട്ടികൾ സാഹൂതൻ ടീച്ചറെ നോക്കി. ക്ലാസ് മൊത്തം നിശബ്ദം. ടീച്ചർ എന്താണ് എഴുതാൻ പോകുന്നത് എന്ന് അവരുടെ മനസ്സിലുണ്ട്. അവരുടെ മുഖത്ത് ജാള്യത പടർന്നു. ശേഷം എഴുതിയ അക്ഷരങ്ങളോട് ഒരു വള്ളിച്ചിഹ്നം ചേർത്ത് ടീച്ചർ ആ അക്ഷരങ്ങളെ കൈകൊണ്ട് മറച്ചു പിടിച്ചു. കൈ മെല്ലെ ഉയർത്തി. എന്നിട്ട് ഏവരോടുമായി പറഞ്ഞു, ഇതൊന്ന് വായിക്കൂ. എല്ലാവരും ബോർഡിലേക്ക് നോക്കി. അവരുടെ മുഖത്തു നിന്ന് പതുക്കെ ചിരി മാഞ്ഞു. അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ വായിച്ചു, ചിന്ത, ചിന്ത. അതെ, ചിന്ത. ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ ചിന്തയാണ് ഇവിടുത്തെയും പ്രശ്നം. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഈ ഒരക്ഷരത്തിൻ്റെ കൂടെ ഒരു വള്ളി ചിഹ്നം ചേർക്കാനേ പറഞ്ഞുള്ളൂ. ഏതക്ഷരമെന്ന് ഞാൻ പറഞ്ഞുവോ? ഇല്ല. എവിടെയാണ് വള്ളി ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുവോ? ഇല്ല. നിങ്ങളുടെ ചിന്തയും മനസ്സും മറ്റൊരു രീതിയിൽ പോയതുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത്, നിങ്ങൾ മുഖം കുനിച്ചത്, നിങ്ങൾ കുശുകുശുത്തത്. നിങ്ങളുടെ മനസ്സ് അതങ്ങനെയാണ്. പക്ഷേ നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. അപ്പോൾ മനസ്സ് നന്നാവും. മനസ്സ് നന്നായാൽ പ്രവൃത്തി നന്നാവും. പ്രവൃത്തി നന്നായാലോ വ്യക്തി നന്നാവും. വ്യക്തി നന്നായാലോ കുടുംബം നന്നാവും. കുടുംബം നന്നായാലോ സമൂഹം നന്നാവും. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. നന്ദി.